ഇടുക്കി മറയൂർ മേഖലയിൽ ചക്കക്കൊമ്പന്റെ ആക്രമണം. മറയൂർ പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ ബാബു നഗർ ഗ്രാമത്തിൽ കാട്ടാന ജീപ്പ് തകർത്തു. രാത്രി ഗ്രാമത്തിന് സമീപം കാട്ടാന നിലയുറപ്പിച്ചതോടെ പ്രദേശവാസികൾ ഭീതിയിലായി. ഗ്രാമത്തിനുള്ളിൽ നിന്നും കാട്ടാനയെ മറയൂരിലെ RRT ടീമും വനംവകുപ്പ് ജീവനക്കാരും ചേർന്നാണ് പുറത്തേക്ക് തുരത്തിയത്. മറയൂർ ടൗണിൽ പെട്രോൾ പമ്പ് ജംഗ്ഷനോട് ചേർന്ന് കിടക്കുന്ന 200ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ബാബുനഗർ ഗ്രാമത്തിനുള്ളിലാണ് ചക്കക്കൊമ്പൻ എന്ന വിളിപ്പേരുള്ള കാട്ടാന എത്തിയത്. വീടിന്റെ മുറ്റത്തുണ്ടായിരുന്ന ചക്ക ഭക്ഷിച്ച കാട്ടാന നിർത്തിയിട്ടിരുന്ന ജീപ്പിന് കേടുപാടുകൾ വരുത്തി. വണ്ടി വന്നിട്ട് തട്ടി. ഇവിടെ ഒന്ന് ആളുകളുണ്ടാ, ഭയങ്കര ഒച്ചപ്പാടായിരുന്നു. ആന 8:30 ആയപ്പോഴത്തേനും വന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വണ്ടിയിൽ കിടന്ന് വണ്ടിയെ തട്ടി, വണ്ടിയുടെ പൈപ്പെല്ലാം പോയി, ടാർപ്പെല്ലാം കീറിപ്പോയി. രാത്രി 8 മണിയോടെ ഗ്രാമത്തിനുള്ളിൽ കയറിയ ചക്കക്കൊമ്പനെ 10 മണിയോടെ മറയൂരിലെ RRT ടീമും വനംവകുപ്പ് ജീവനക്കാരും ചേർന്ന് പുറത്തേക്ക് തുരത്തി ഓടിച്ചു. തുടർന്ന് രാത്രി മുഴുവനും ഗ്രാമത്തിന് സമീപം കാട്ടാന നിലയുറപ്പിച്ചതോടെ പ്രദേശവാസികൾ ഭീതിയിലായി. 8:40 ആയപ്പോഴേ ആന എത്തി. ഇവിടെ ഈ ചക്കയൊക്കെ പറിച്ച് ഈ വാളയൊക്കെ പറിച്ചായിട്ടായിരുന്നു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫോറസ്റ്റ് വന്നിട്ട് ഓടിച്ചിട്ടാ കാട്ടിപ്പോയി. ഇങ്ങനെ നേരത്തെ വന്നാൽ ഞങ്ങൾ എന്നാ ചെയ്യും? ഞാൻ ചക്കയെ പറിച്ച് ചട്ടിച്ച് ആളുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് നടമാടിക്കിட்டு இருக்காங்க. அதனால വേണ്ടി ആളുകൾക്ക് கொஞ்சம் പാതുകാപ്പ് കൊടുക്കുന്നു. കഴിഞ്ഞ 2 മാസമായാണ് പ്രദേശത്ത് രാത്രികാലങ്ങളിൽ കാട്ടാനയെത്തി ഭീതി പരത്തുന്നത്. ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ നിന്നുമാണ് ചക്കക്കൊമ്പൻ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. കാട്ടാന ശല്യം നിയന്ത്രിക്കാൻ പ്രതിരോധ മാർഗമൊരുക്കുന്ന ജോലികൾ പാതിവഴിയിൽ ഉപേക്ഷിച്ചതാണ് വീണ്ടും മറയൂർ ടൗണിന് സമീപം കാട്ടാനകളെത്താൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.